ഹായ്. അപ്പൊ ഇന്ന് നമ്മള് ഒരു ചെറിയൊരു യാത്ര പോവാണ്. പൂവഞ്ചന ശാന്തിഭവൻ എന്നുള്ള ഒരു സ്ഥാപനത്തിലേക്കാണ്. പി ക്രിയേറ്റേഴ്സിന്റെ ഒരു ആൾ കേരള ഇൻഫ്ലുവൻസേഴ്സിന്റെ കൂട്ടായ്മയാണ്. കുറച്ചു പേരുള്ളൂ. ശാന്തി ഭവനം ഗുരുങ്ങൾക്ക് ഒരു സ്നേഹവിരുന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. ശാന്തി ഭവനം മലപ്പുറം ജില്ലയിലെ കോട്ടക്കല് രണ്ടത്താണി പൂവഞ്ചന എന്ന സ്ഥലത്താണുള്ളത്. 74ഓളം പിഞ്ചു മക്കള്, ചെറിയ മുല പഠിക്കുന്ന മക്കൾ മുതൽ +2 ഡിഗ്രി വരെ പഠിക്കുന്ന മക്കളുണ്ട്. ആരുമില്ലാത്ത അമ്മത്തൊട്ടിൽ പോലെ ഉപേക്ഷിക്കപ്പെട്ട ആരുമില്ലാതെ ഒരു പറ്റം കുട്ടികൾ താമസിക്കുന്ന ഒരിടമാണ് ഇവിടെ. നമ്മളിവിടെ ഒരു ദിവസം ഇവരോടൊപ്പം കളിയും ചിരിയുമായിട്ട് കൂടാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. മാനക്ക് പറഞ്ഞതുപോലെ ഇന്ന് ഞങ്ങൾ വി ക്രിയേറ്റേഴ്സ് ഫാമിലി വന്നിട്ടുള്ളത് ശാന്തി ഭവനിലാണ്. നമ്മൾ മലപ്പുറം ജില്ലയിൽ രണ്ടത്താണിക്കടുത്ത് പൂവഞ്ചന എന്ന സ്ഥലത്താണ് ശാന്തി ഭവൻ സ്ഥിതി ചെയ്യുന്നത്. ഞങ്ങൾ ഒരുപാട് യൂട്യൂബർമാർ ഇന്ന് ഇവരോടൊപ്പം കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനും ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനൊക്കെ വന്നിട്ടുള്ളത്. ഇവിടെ വരുമ്പോൾ നമുക്ക് സന്തോഷവും സങ്കടവും ഒരുപോലെ വരുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് പിഞ്ച് മക്കൾ, 3 മാസം പ്രായമുള്ള മക്കൾ മുതൽ ഏകദേശം 18 വയസ്സ് വരെയുള്ള കുട്ടികൾ, അവരുടെ ആട്ടവും പാട്ടും ചിരിയും ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അവരോടൊപ്പം അവരുടെ സന്തോഷത്തിന് വേണ്ടി കുറച്ച് നേരം പാടാനും അതേപോലെ തന്നെ കുറച്ച് നേരം അവരോടൊപ്പം ഡാൻസ് കളിക്കാനൊക്കെ പറ്റിയ ഒരു സമയമായിരുന്നു. വന്നേക്കിന് തന്നെ നല്ല ബിസ്ക്കറ്റും ചായയും കിട്ടി. ഉച്ചയ്ക്ക് അവരോടൊപ്പം കുറച്ച് ഭക്ഷണവും കഴിച്ചിട്ടാണ് ഞങ്ങൾ പിരിഞ്ഞത്. ഇവർക്കിവിടെ വലിയ കുറേ ആവശ്യങ്ങളുണ്ട്. അത് നിങ്ങളോട് പറയാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നിട്ടുള്ളത് കേട്ടോ. രണ്ടത്താണി ശാന്തി ഭവൻ ഒരു 8 വർഷത്തോളമായി പാവപ്പെട്ട കുട്ടികളെ ഏറ്റെടുത്ത് വളർത്തുന്ന മേഖലയിൽ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി വരികയാണ്. ഇപ്പോൾ ജനിച്ചത് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികളാണ് ഈ സ്ഥാപനത്തിലുള്ളത്. ആ കുട്ടികളൊക്കെ തന്നെയും നല്ല നിലയിൽ വളരുന്നു. അവർക്ക് വിദ്യാഭ്യാസപരമായ ഭൗതികമായ വിദ്യാഭ്യാസം കോളേജുകളിൽ വരെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ ഉണ്ട്. ഏതായിരുന്നാലും നിങ്ങളുടെയൊക്കെ പിന്തുണയോട് കൂടിയാണ് ഈ സ്ഥാപനം നടന്നു പോകുന്നത്. ഇതിന്റെ ഒരു 2ാം ഘട്ടം എന്നുള്ള നിലക്ക് സെറിബ്രൽ പാൾസി, ഓട്ടിസം, അതേപോലുള്ള ജനിതക രോഗങ്ങൾ ബാധിച്ച പാവപ്പെട്ട വീട്ടിലെ കുട്ടികളെ ഏറ്റെടുക്കുന്ന ഒരു വലിയ പ്രൊജക്റ്റ്, ഏകദേശം 8 കോടി രൂപയോളം എസ്റ്റിമേറ്റ് ഇട്ട വലിയ പ്രൊജക്റ്റാണ്. അതിനുവേണ്ടിയുള്ള സ്ഥലം നിലവിലുള്ള ശാന്തിഭവന്റെ തൊട്ടടുത്ത് തന്നെ ഏറ്റെടുത്ത് വിലക്ക് വാങ്ങി അതിന്റെ രജിസ്ട്രേഷൻ നടപടികളൊക്കെ പൂർത്തീകരിച്ചു. ഇനി അതിന് ബിൽഡിംഗ് വേണം. 16,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ പ്ലാൻ വരെ പാസ്സായിട്ടുണ്ട്. ആ ഒരു സ്ക്വയർ ഫീറ്റിന് 2,000 രൂപയാണ് അതിന്റെ എസ്റ്റിമേറ്റ്. അങ്ങനെ 16,000 പേര് 2,000 രൂപ വെച്ച് തരികയാണെങ്കിൽ ആ പദ്ധതി വളരെ ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒന്ന് സഹായിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷ നിമിഷങ്ങൾ അവരോടൊപ്പം ചിലവഴിക്കാൻ ശ്രമിക്കുക. അപ്പോൾ വീണ്ടും കാണാം.